അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞ പ്രസംഗത്തിൻ്റെ പോയിൻറ്റും കൂടെ പറഞ്ഞപ്പോൾ പിന്നെ അത് പ്രസംഗിക്കാനൊക്കത്തില്ലല്ലോ. അതൊരു നല്ല കാര്യമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാമെങ്കിൽ സൗകര്യമായിരുന്നു. കാരണം ഞങ്ങൾ ഈ നടന്ന് പ്രസംഗിക്കുന്നവർക്കുള്ളൊരു പ്രശ്നമാണ്, ഒരു പോയിൻറ്റും കൊണ്ട് എല്ലായിടത്തും പോകും. ഓക്കെ, ഏതായാലും ഞാൻ കൊണ്ടുവന്ന പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വർഷാവസാന കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പം എൻ്റെ മുമ്പിൽ 3 പോയിൻറ്റ്സാണ് വന്നത്. ഒന്ന്, വർഷാവസാനമായതുകൊണ്ട് ഒരു സ്തോത്രത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നടത്തിയത് പുതിയ വർഷത്തിലേക്കുള്ള ഒരു സമർപ്പണവും തീരുമാനവും ഒക്കെ കൂടെ അതിന് വേണ്ടിയിട്ട്. 2, സുവിശേഷ പ്രവർത്തന ബോർഡാണല്ലോ ഈ മീറ്റിംഗ് ഇപ്രകാരം ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ അല്ലെങ്കിൽ സുവിശേഷീകരണത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് വേറൊരു പ്രശ്നം കണ്ടത്. ഈ വർഷം ഉണർവിൻ്റെ വർഷമായിട്ടാണ് സഭ കൊണ്ടാടിയത്. 2025 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 362 ദിവസങ്ങൾ നമ്മളെല്ലാം ഊണിലും ഉറക്കത്തിലും ചിന്തിച്ചിരുന്നത് ഉണർവായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേറൊരു വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത വർഷം പോവുക, ശിഷ്യത്വം. അപ്പം ആ വിഷയം തന്നെ ഉണർവിൻ്റെ വിഷയം തന്നെ സംസാരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഉണർവ്, ഈ ഉണർവുണ്ടായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. സഭയിൽ ഉണർവുണ്ടായോ? ഉണർവിൻ്റെ വർഷം അതോ ഒരു പ്രോജക്റ്റായിട്ട് അത് അവസാനിച്ചോ? ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയം. ഒരു കാര്യം ഞാൻ കണ്ടു, സുവിശേഷ പ്രകാശനിയിൽ മിനിസ്ട്രി ഓഫ് റിവൈവൽ ആൻഡ് എംപവർമെൻ്റ് എന്ന് പറഞ്ഞ് സജീവമായിട്ടിപ്പോൾ ഒരു ലേഖനം വരാറുണ്ട്. അത് അനുഗ്രഹകരമായിട്ട് തോന്നി വായിക്കുമ്പോഴൊക്കെ. അതുതന്നെയല്ല, സുവിശേഷ പ്രകാശനിൽ കഴിഞ്ഞ ഒരു വർഷം എഴുതിയതായിട്ടുള്ള ലേഖനങ്ങളിൽ നല്ല പങ്ക് ഉണർവിനെക്കുറിച്ച് നല്ല ലേഖനങ്ങൾ വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ഉണർവിനെക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ഉണർവ്, ഞാൻ ഈ ഉണർവിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിൻറ്റും അതിനകത്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഉണർവിനെക്കുറിച്ച് പറയുന്നത്. സുവിശേഷീകരണവും അതിനകത്ത് വരും, അതുപോലെ തന്നെ ഈ സ്തോത്രവും അതിനകത്ത് വരും. മുൻപോട്ടുള്ള നമ്മുടെ പോക്കിന് ആവശ്യമായിട്ടുള്ള ചിന്തയും അതിനകത്ത് വരും. ഇത് ഉണർവെന്ന് പറയുന്നത് ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഒരുപാട് പേര്, ഉണർവ് യോഗങ്ങൾ, ഓരോ സ്ഥലത്തിൻ്റെ പേരെടുത്തിട്ട് ഉണർവെന്ന് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. ഉണർവ് ഗാനങ്ങൾ, ഉണർവ് കൂട്ടങ്ങൾ ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ഉണർവല്ല, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തദ്ദേശീയമായ ഉണർവല്ല, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദേശവ്യാപകമായ ഒരു ഉണർവിനെക്കുറിച്ചാണ്. അതാണല്ലോ സഭയായി ഈ വർഷം ചിന്തിച്ചതും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഞാൻ പ്രാരംഭമായി ഒരു കാര്യം പറഞ്ഞിട്ട് ആരംഭിക്കട്ടെ. ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു ഉണർവാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരത്തിലൊരു ഉണർവാണ്. 2ാമത്തെ പ്രസ്താവന ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനൊരു ഉണർവ് ഈ രാജ്യത്ത് സംഭവിക്കുവാൻ പാകമായ ചുരുക്കം സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് ഒരു ഉണർവുണ്ടാകുന്നതിന് പാകമായ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കരുക്കളുമുള്ള ചുരുക്കം ചില സഭകളിൽ പ്രമുഖമായ സഭയാണ് ഇവാഞ്ചലിക്കൽ സഭ, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ. വേറെ ഒരുപാട് ഇവാഞ്ചലിക്കൽ സഭയുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പല ചിന്തകൾ പോയി. ഒന്നാമത്തെ ചിന്ത, ഈ പുള്ളി ഇവാഞ്ചലിക്കാരനാ അതുകൊണ്ട് അത് പറഞ്ഞതാണ്. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല. വേറൊരു ചിന്ത,
ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം ഈ പുള്ളി അതുകൊണ്ടായിരിക്കാം ഈ സഭയിൽ നിൽക്കുന്നത്. അതും വളരെ വാസ്തവമാണ്. ഇനിയും ഞാൻ പറഞ്ഞത് സോപ്പിടാനാ പറഞ്ഞതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതും വേണമല്ലോ, ഇല്ലേ? പക്ഷേ ഞാൻ മുൻപോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. ഉണർവ്. ആദ്യം ഞാൻ പറയാം, ആത്മീയ ഉണർവ് എന്തല്ല. അത് ഞാൻ ആദ്യം പറയാം. ആത്മീയ ഉണർവ് എന്തല്ല. കാരണം ഉണർവിനെ തെറ്റായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചു വെക്കുന്ന ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയ ഉണർവ് ഒന്നാമതായി നവീകരണമല്ല, റിഫോർമേഷൻ അല്ല, റിവൈവൽ. മാർട്ടിൻ ലൂതറിൻ്റെ സമയത്തും ഏബ്രഹാം അൽപ്പാൻ്റെ സമയത്തുമൊക്കെ ഉണ്ടായത് നവീകരണമാണ്, ഉണർവല്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നവീകരണത്തിലൂടെ സംഭവിക്കുന്നത് സഭയിലെ തെറ്റുകളെ തിരുത്തുക ചെയ്യുന്നത്. അതാണ് നവീകരണത്തിലൂടെ റിഫോർമേഷൻ അല്ലെങ്കിൽ റിന്യൂവൽ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, ഉണർവ് എന്ന് പറയുന്നത് വലിയ കൂട്ടങ്ങളല്ല ഉണർവെന്ന് പറയുന്നത്. വലിയ കൂട്ടങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതല്ല ഉണർവ്. ഉണർവെന്ന് പറയുന്നത് വൈകാരത്വം അല്ല, ഇമോഷണലിസം അല്ല. ഉണർവെന്ന് പറയുന്നത് ഉച്ചത്തിൽ പാടുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതല്ല ആത്മീയ ഉണർവെന്ന് പറയുന്നത്. ഉണർവിൽ അതുണ്ടാകാം, പക്ഷേ തിരിച്ചിടരുത്. പ്രധാനപ്പെട്ട കാര്യം, ഉണർവെന്ന് പറഞ്ഞാൽ സുവിശേഷീകരണത്തിൻ്റെ മുന്നേറ്റമല്ല, ഇവാഞ്ചലിസ്റ്റിക് ഔട്ട്റീച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതല്ല ഉണർവ്. ഉണർവുണ്ടായാൽ സുവിശേഷീകരണം ഉണ്ടാകും. ഈ രണ്ട് കാര്യമാണ്. സഭകൾ വർദ്ധിക്കുന്നതല്ല ഉണർവ്. കഴിഞ്ഞ വർഷം ഇത്രയുണ്ടായിരുന്നു, ഈ വർഷം ഇത്രയുണ്ട്, നോ, അതല്ല ഉണർവ്. ഉണർവിൽ സഭകൾ വർദ്ധിക്കാം. ആത്മീയ ഉണർവെന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നതല്ല. യഥാർത്ഥ ആത്മീയ ഉണർവുകളിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകാം. എങ്കിലും ഈ പറഞ്ഞതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കാവുന്നതുമാണ്. മനസ്സിലായല്ലോ? ഈ പറഞ്ഞതൊക്കെ കൃത്രിമമാക്കി ഉണ്ടാക്കാവുന്നതാണ്. യു ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്. ഒത്തിരി ആളെ കൂട്ടാം. സായിപ്പന്മാർ വരുമ്പോൾ ലക്ഷങ്ങൾ കൂടുന്ന ഒരു ആരാധനാ സ്ഥലം ഹൈദരാബാദിലുണ്ട്. സായിപ്പന്മാർ വരുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഇല്ല. അവരെ മുഴുവൻ 2-3 ദിവസം മുമ്പ് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്ത് ഫുഡ് കൊടുത്ത് അവിടെ കൊണ്ട് താമസിപ്പിക്കുക. അപ്പം ആളെ കാണുമ്പോൾ ലോകവ്യാപകമായി പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൻ്റെ പിൻപിൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവിടെ വേണമെന്നില്ല. ഇപ്പോൾ ഉണർവെന്ന് പറയുന്നത് ഈ കൃത്രിമമായി ഉണ്ടാക്കുന്നതൊന്നുമല്ല. പിന്നെന്താണ് ഉണർവ്? ഞാൻ 2-3 നിർവചനങ്ങളൊന്ന് വായിക്കാം. അത് വായിച്ച് ഞാൻ വിടാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാകും. ഉണർവിനെക്കുറിച്ച് ഒരായുസ് മുഴുവൻ പഠിക്കുകയും എഴുതുകയും ചരിത്രം എഴുതുകയും ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ മിഷണറി ആയിരുന്ന ഒരു ഡോക്ടർ വെസ്ലി ഡ്യുവലുണ്ട്. അദ്ദേഹം എഴുതിയ റിവൈവൽ ഫയർ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അദ്ദേഹം ആദ്യം പഴയ നിയമം മുതലുള്ള ഉണർവുകളെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉണർവെന്ന് പറഞ്ഞാൽ പരിശുദ്ധനും സർവശക്തനും സർവവല്ലഭനുമായ ദൈവത്തിൻ്റെ ആകസ്മികമായ പ്രത്യക്ഷപ്പെടലാകുന്നു ആത്മീയ ഉണർവ്. പുതിയതും പ്രത്യേകവുമായിട്ടുള്ള അനുഗ്രഹങ്ങളാൽ തൻ്റെ ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ സന്ദർശനമാകുന്നു ഉണർവ്. ഇനിയും 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം വലിയ ഉണർവുണ്ടായ ന്യൂ ഹെബ്രിഡ്സ് ഐലൻഡ്സ് സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്തുള്ളതാണ്. ഒരു ദേശം മുഴുവൻ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്ന ന്യൂ ഹെബ്രിഡ്സ് ഐലൻഡിൽ അതിന് പിൻപിൽ ദൈവവചനം ഘോഷിച്ചതായിട്ടുള്ള ഡങ്കൻ ക്യാമ്പുവൽ അദ്ദേഹം പറയുക, ഉണർവെന്ന് പറഞ്ഞാൽ, ആത്മീയ ഉണർവെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ പൂരിതമാക്കപ്പെടുന്ന, സാച്ചുറേറ്റ് ആക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഉണർവ്.
സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ സാച്ചുറേറ്റ് ആകുന്ന, പൂരിതമാക്കപ്പെടുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഉണർവ്. ഒരു കാര്യം കൂടെ, വെയിൽസിലെ 1905 വെയിൽസ് 5-6 കാലയളവിലുണ്ടായ ഉണർവിന് ശേഷം അവിടെ പ്രവർത്തിച്ചതായിട്ടുള്ള അതിശക്തനായിട്ടുള്ള വ്യക്തി ഡോക്ടർ സെൽവിൻ ഹ്യൂസ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ പ്രസിദ്ധി അറിയിച്ചതാണ്. അദ്ദേഹം പറയുകയാണ്, ഉണർവെന്ന് പറഞ്ഞാൽ സഭയിൽ ദൈവമഹത്വവും ദൈവശക്തിയും പ്രകടമാകത്തക്കവണ്ണം സ്വർഗം കരകവിഞ്ഞൊഴുകുന്നതിനാൽ വിശ്വാസികളും അല്ലാത്തവരും ജീവനുള്ള ദൈവത്തെ അതീവ ഭക്തിയോടെ ദർശിക്കുന്ന അനുഭവമാകുന്നു ഉണർവ്. ഇതിനകത്തെല്ലാം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതിനകത്തെല്ലാം പറഞ്ഞത് ഉണർവെന്ന് പറഞ്ഞാൽ അത് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്, അനുഭവമാണ്. ഇന്നിവിടെ ദൈവമുണ്ട് എന്ന് നമ്മളെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് തൊടാൻ കാണാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമാകുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ പെരുമാറും എന്നുള്ളത് ആണ് ഉണർവിൽ സംഭവിച്ചത്. ചരിത്രം വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആത്മീയ ഉണർവിൻ്റെ അടയാളങ്ങൾ കാണുന്നത് സഭയിലാണ്. ഓക്കെ, ആത്മീയ ഉണർവിൻ്റെ അടയാളങ്ങൾ കാണുന്നത് സഭയിലാണ്. അവിടെ നിന്നത് വെളിയിലേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ, അല്ലാത്തവരെയും അത് ബാധിക്കും. 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ആത്മീയ ഉണർവുണ്ടായാൽ അവിടെ ഭയാവഹമായ ദൈവ സാന്നിധ്യ ബോധം മനുഷ്യർക്കുണ്ടാകും. ദൈവ സാന്നിധ്യ ബോധം. സംസാരിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു, എന്തെങ്കിലും എടുക്കുമ്പോൾ ദൈവം കാണുന്നു എന്നുള്ള സാന്നിധ്യ ബോധം കൊണ്ട് മനുഷ്യൻ നിറയും. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് സോ റിയൽ. അതാണ് ഉണർവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഴമായ പാപബോധം ഉണ്ടാകും. ആഴമായ പാപബോധം. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയുന്നത്. ഗ്രീക്കിൽ ആ കുത്തുകൊള്ളുന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടായ ആ മുറിവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കട്ടിങ് എന്നാണ് പറയുന്നത്. കട്ടിങ്. ആഴമായ പാപബോധം ഉണ്ടാകുക. എസ്രായുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉണർവുണ്ടായപ്പോൾ അവിടെ ജനം വലിയ വായിൽ നിലവിളിക്കുവാൻ തുടങ്ങി. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഉണർവുണ്ടായപ്പോൾ ജനത്തിൻ്റെ നിലവിളി, പാപബോധം കൊണ്ടുണ്ടാകുന്ന നിലവിളി കാണാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഉണർവുള്ളിടത്ത് പരസ്യമായി പാപങ്ങൾ ഏറ്റുപറയുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങളിൽ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് പാപങ്ങൾ ഏറ്റുപറയുകയാണ്. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പാപങ്ങൾ ഏറ്റുപറയുകയാണ് മനുഷ്യർ. സൗത്ത് കൊറിയയിലെ ഉണർവിനെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നാളുകളായി അവർ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. ആളുകളൊക്കെ വരുന്നത് പോലെ പച്ചയ്ക്ക് തിരികെ പോവുകയാണ്, ആർക്കും ഒരു മാറ്റമില്ല. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ആ ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സഭയിൽ ഉണർവുണ്ടാകാത്തത്? ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. എല്ലാവരും ഞെട്ടിപ്പോയി. പരമഭക്തനായി എല്ലാവരും വിശേഷിപ്പിച്ചിട്ട് ഈ വ്യക്തി പറയാണ്, ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. കാരണം ഞാൻ സഭയുടെ പണം മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആരംഭിച്ച ഉണർവ് ഇന്നും സൗത്ത് കൊറിയയിൽ നിലനിൽക്കുന്ന കാണാൻ സാധിക്കും. വലിയ മാറ്റമായിട്ട് അതോടെ തീർന്നു. പരസ്യമായ പാപങ്ങൾ ഏറ്റുപറയുന്നു. മാത്രമല്ല, യഥാസ്ഥാനപ്പെടൽ, റെസ്റ്റിറ്റ്യൂഷൻ, യഥാസ്ഥാനപ്പെടൽ. മനുഷ്യർ യഥാസ്ഥാനപ്പെടും, ബന്ധങ്ങൾ നേരെയാകും. ആരെങ്കിലും തല്ലി ബന്ധങ്ങൾ നേരെയാക്കുകയല്ല, സ്വമേധ പാപമേറ്റു പറയുന്ന ആ അവസ്ഥ,
അപ്പോസ്തലപ്രവൃത്തികളുടെ 19-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ ഒരു വലിയ ഉണർവുണ്ടായി. നാം അവിടെ വായിക്കുന്നത്, അവിടെ ഈ മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നവരുടെ പുസ്തകങ്ങൾ അവർ കൂട്ടിയിട്ട് തീ കത്തിച്ചു. അതിന് അന്നത്തെ കാലത്ത് 50,000 വെള്ളിക്കാശിൽ കൂടുതൽ വില മതിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് നഷ്ടം അവർക്കൊരു പ്രശ്നമല്ല. കാരണം യഥാസ്ഥാനപ്പെടണം. എൻ്റെ പേരോ പെരുമയോ അല്ല എനിക്ക് പ്രശ്നം, ദൈവനാമം മഹത്വപ്പെടണം. അടുത്തത്, ഉണർവിൻ്റെ അടുത്തൊരടയാളം വചനത്തോടുള്ള വാഞ്ച. വചനത്തോടുള്ള വാഞ്ച. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. വേറൊരു വിഷയം, ഉണർവുള്ളിടത്ത് ആത്മഭാരമുണ്ടാകും. മൊറേവിയയിലെ ഉണർവ് 1727 ഉണ്ടായ ഉണർവ്. 75 പേര് മാത്രം കൂടിയിരുന്ന സ്ഥലത്ത് ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമുണ്ടായി. ആ ഉണ്ടായ ഉണർവ് മൂലം 100 വർഷം 24 മണിക്കൂറും പ്രാർത്ഥന തുടർന്നു. 100 വർഷം. നമ്മൾ സഭയായി 65 വർഷമേ ആയുള്ളൂ. 100 വർഷം 24 മണിക്കൂറും ഈ മൊറേവിയൻ്റെ പ്രാർത്ഥന തുടർന്നു. മാത്രമല്ല, അവർ 300 ഓവർസീസ് മിഷണറിമാരെ ലോകത്തിൽ മനുഷ്യന് ചെന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചു. അവരെ സപ്പോർട്ട് ചെയ്തു. 300 പേരെ. ചെറിയ കാര്യമായിരുന്നില്ല. ഈ 75 പേരിൽ അവരുടെ വീടുകളിൽ നിന്ന് ഒരു വ്യക്തി മാത്രം വീട്ടിലിരുന്നിട്ട് ബാക്കിയുള്ളവർ മുഴുവൻ സുവിശേഷ വിലയ്ക്ക് പോയി. നമ്മുടെ രാജ്യത്ത് ലഡാക്കിലൊക്കെയുള്ള മൊറേവിയൻ ചർച്ച് അന്നുണ്ടായതാണ്, ആ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ആത്മഭാരം ആളുകൾക്കുണ്ടാകും. മറ്റൊന്നും ഒരു പ്രശ്നമല്ല അവര്. വേറൊന്ന്, അവർക്ക് മഹാസന്തോഷമുണ്ടാകും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:41, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ചെറിയ കാര്യമായിരുന്നില്ല, അടികൊണ്ടവരാണ്. ഭയാനകമായി അടികൊണ്ടിട്ട് ശിഷ്യന്മാർ പറയാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നതിൽ അവർ സന്തോഷിച്ചു. തീർന്നില്ല. ഉണർവിൻ്റെ മറ്റൊരു അടയാളം, കൊടുക്കുന്നതും പങ്കുവെക്കുന്നതും ഉദാരമായിട്ടായി, ഔദാര്യമായിട്ടായി. ഞെക്കിപ്പിഴിഞ്ഞ് ആരുടെ നിന്നും മേടിക്കേണ്ട ഒരു കാര്യവും ഉണർവിൽ ഉണ്ടാകില്ല. കാരണം മനുഷ്യൻ വാരിക്കോരി കൊടുക്കും. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഉണർവിൻ്റെ, അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല, ആരും തനിക്കുള്ളത് സ്വന്തമെന്നെണ്ണിയില്ല. കഴിഞ്ഞ ഒരു വർഷം ഉണർവായി കൊണ്ടാടിയിട്ട് നമ്മുടെ മനോഭാവത്തിൽ ആ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അതങ്ങ് വേറെ പണി നോക്കാം അല്ലേ? അങ്ങനൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അത് പണ്ട്. അവിടെയാണ് ഉണർവുണ്ടാകേണ്ടത്. ഓക്കെ, ആത്മീയ ഉണർവിൻ്റെ അനന്തര ഫലങ്ങൾ സഭയ്ക്ക് വെളിയിലാണ് കൂടുതൽ കാണുന്നത്. ഉള്ളിലുള്ള അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. അനന്തര ഫലങ്ങൾ സഭയ്ക്ക് വെളിയിലാണ് കാണുന്നത് കൂടുതലും. അതിൽ ഒരെണ്ണം എടുത്തു പറയാൻ സാധിക്കുന്നത്, സുവിശേഷീകരണം അതിവേഗത്തിലും ആഴത്തിലുമാകും. സുവിശേഷീകരണത്തിന് ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മാർഗം ഉണർവ് മാത്രമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുവിശേഷീകരണത്തിന് ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം ആത്മീയ ഉണർവ് മാത്രമാണ്. എന്നോട് വിയോജിക്കുന്ന പലരുണ്ടാകാം, പക്ഷേ ഞാനത് ബൈബിളിൽ നിന്ന് തന്നെ തെളിയിച്ചു തരാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ആദ്യത്തെ 7 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സഭയുടെ ജനനത്തെക്കുറിച്ചാണ്. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് സഭയുടെ വളർച്ചയെക്കുറിച്ചാണ്. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് സഭയുടെ പെരുകലിനെ കുറിച്ചാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ചർച്ച്. അവരെ എണ്ണുന്നത് നിർത്തി. 28-ാം അധ്യായം ആയപ്പോഴേക്കും റോമാ സാമ്രാജ്യത്തിന്റെ സകല മുക്കിലും മൂലയിലും ക്രിസ്ത്യാനി ഉണ്ടായി. ആര് പോയി പറഞ്ഞു? അവർക്കൊരു സ്ട്രക്ചർ ഇല്ലായിരുന്നു, അവർക്കൊരു ഓഫീസ് ഇല്ലായിരുന്നു. ഒരു കാട്ടുതീ പോലെ സുവിശേഷം പരന്നു. ഉണർവ്.
അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ എഫെസോസിൽ 2 വർഷത്തിലേറെ പൗലോസ് അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിച്ചു. ഉണർവുണ്ടായി. ആ ഉണർവ് ഫിലഡൽഫിയയിലും പെർഗമോസിലും സർദീസിലും തുയത്തൈരയിലും എല്ലായിടത്തും പരന്നു. പൗലോസ് ഒരിടത്തിരുന്നതേ ഉള്ളൂ. ഉണർവ് അവിടെ എല്ലാം ഉണ്ടായി. കൊലോസിയയിലുണ്ടായി സഭ, എല്ലായിടത്തും സഭയായി. സുവിശേഷീകരണം അതിവേഗത്തിലും ആഴത്തിലുമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണർവ് മാത്രമാണ് സഭാ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന മാർഗം. അല്ലാത്തതിനെ എന്ത് ഞാൻ പറയാം, ഉണർവ് അല്ലാതുള്ള സുവിശേഷീകരണം, ഉണർവ് ഇല്ലാതുള്ള സുവിശേഷീകരണം എന്ന് പറയുന്നത് ബാറ്ററി ചത്ത വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന പോലെ. പണ്ടൊക്കെ നമ്മുടെ സെൽഫ് ഇല്ലാത്ത വണ്ടി എന്ന് പറയുന്നത് ഇന്നധികം കാണാറില്ല. അത് എല്ലാവരും നല്ല വണ്ടി ഉണ്ടല്ലോ, ഒരു തള്ളി എങ്ങോട്ട് കയറ്റത്തിൽ കൊണ്ടുവച്ചേക്കുക, എന്നിട്ട് തള്ളി ഇവനെ താഴോട്ട് കൊണ്ടുവന്ന് ഭും എന്ന് എടുക്കും, അവിടെ അങ്ങ് നിൽക്കും. സുവിശേഷീകരണം, ഉണർവില്ലാതുള്ള സുവിശേഷീകരണം പവറില്ലാത്തതാണ്, ബാറ്ററി ഇല്ലാത്തതാണ്. അത് ഇന്ന് സുവിശേഷീകരണം മിക്കവാറും പ്രോജക്റ്റ് ആയതിനാൽ ടെക്നിക്സ് ആണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. ടെക്നിക്സ്, ഒറ്റ ടെക്നിക്കേ ഉള്ളൂ സുവിശേഷീകരണത്തിന്. വിശ്വാസികളിൽ ഉണർവ്, ആത്മീയ ഉണർവ്, അതുണ്ടാകുമ്പോൾ സഭ പിന്നെ വളരുന്നത്, ദൈവജനം കൂടുന്നത് നമുക്കാർക്കും ഊഹിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ്. 1-2 ഉദാഹരണം ഞാൻ പറയാം. 1857-58 കാലയളവിൽ, 857-58 കാലയളവിൽ അമേരിക്കയിൽ ഉണർവുണ്ടായി. 20 ലക്ഷം പേര്, 2 മില്യൺ, 20 ലക്ഷം പേര് സജീവമായി സഭയോട് ചേർന്നു. 1859 നോർത്തേൺ അയർലൻഡിൽ ഉണർവുണ്ടായി. 1 ലക്ഷം പേര്, ഒറ്റ വർഷം 1 ലക്ഷം പേര് സഭയോട് ചേർന്നു സജീവമായി. 1904 വെയിൽസ് ഐലൻഡുകളിൽ ഉണർവുണ്ടായി. 2 മാസം കൊണ്ട് 70,000 പേര് സഭയോട് ചേർന്നു. 1904-05 കാലയളവിൽ ഈ വെയിൽസിൽ ഏതാണ്ട് 50 ലക്ഷം പേര് സഭയോട് ചേർന്നു. ഇതോർക്കണം, നമ്മൾ ചെയ്യുന്ന പോലെ അവിടെ അത് പ്രത്യേക സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുകൾ സഭയിലേക്ക് ഇടിച്ചു കയറുകയാണ്. 1904 വെയിൽസിലെ ഉണർവിൻ്റെ ഒരു പരിണിത ഫലം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയിൽ ദേശവ്യാപകമായ ഒരു ഉണർവുണ്ടായത് 2005 കാലയളവിലാണ്. 1904 ഓഗസ്റ്റ് മാസത്തിൽ പഞ്ചാബിലെ സിയൽകോട്ടിൽ ജോൺ ഹൈഡ്, അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ പ്രെയിങ് ഹൈഡ് എന്നാണ് അറിയപ്പെടുന്നത്, ജോൺ ഹൈഡ് 1 മാസത്തെ ഒരു കൺവെൻഷൻ ഈ വെസ്റ്റേൺ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അത് മാത്രമാണ് സൗത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്ന ആ സമയത്ത്. CMS മിഷണറിമാർ വന്ന് ഈ കേരളത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. വായിച്ചു നോക്കണം ഈ കേരളത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. വായിച്ചു നോക്കണം ഈ ചരിത്രം. അപ്പം ഇത് 1905 ഈ വെയിൽസിലെ ഉണർവിൽ നിന്നും ഉൾക്കൊണ്ട് ഉത്തേജനം പ്രാപിച്ച് ആളുകൾ, മിഷണറിമാര് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, 1904-06 കാലയളവിൽ കാശി ഹിൽസിൽ, മേഘാലയയിലെ കാശി ഹിൽസിൽ ഉണ്ടായ ഉണർവിനെ കുറിച്ച്. ആ ഉണർവ് മൂലം ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ പ്രസൻസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഉണർവ് ഉണ്ടാകുമ്പോൾ മാത്രമേ സുവിശേഷീകരണം ദൈവം പ്ലാൻ ചെയ്തതുപോലെ, രൂപകൽപ്പന ചെയ്തതുപോലെ ഉണ്ടാകൂ. അല്ലാത്തതൊക്കെ എങ്ങനെങ്കിലും തല്ലിപ്പഴിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്. സുവിശേഷീകരണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ടെക്നിക്സ് ഒക്കെ വേണം. പക്ഷേ 10-40 വർഷമായിട്ട് ഈ ടെക്നിക്സ് ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ദൈവം വെച്ചിരിക്കുന്ന രൂപകൽപ്പന എന്ന് പറയുന്നത് ഉണർവ്. അതാണ് നാം ഈ ഒരു വർഷം മുഴുവൻ ചിന്തിച്ചതും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചതും. ഉണ്ടായോ? ഇല്ലെങ്കിൽ നിർത്തരുത്.
ഇനിയും ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത് എവിടെ? ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത് എവിടെ, അല്ലെങ്കിൽ എങ്ങനെ? ദൈവവചനത്തിൻ്റെ ആധികാരികതയും അതുല്യതയും അംഗീകരിക്കുന്നിടത്തും മാത്രമേ ഇന്നോളം ഉണർവുണ്ടായിട്ടുള്ളൂ. ദൈവവചനത്തിൻ്റെ ആധികാരികതയും അതുല്യതയും അംഗീകരിക്കുന്നിടത്ത് മാത്രമേ ഉണർവുണ്ടായിട്ടുള്ളൂ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും. നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചതിനെക്കുറിച്ച് ബിഷപ്പ് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത് ഒരു ആത്മീയ ഉണർവുണ്ടാകുവാൻ പാകമായ ഒരേ ഒരു സമൂഹം, അല്ലെങ്കിൽ അതിൽ പ്രമുഖമായ സമൂഹം നിങ്ങളും ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. ദൈവവചനത്തിൻ്റെ 4 കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. റാദർ 5 കാര്യങ്ങൾ. ദൈവവചനത്തിൻ്റെ ആധികാരികത ഞാൻ പറഞ്ഞു. ആധികാരികത, ദ അതോറിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. 2, ദൈവവചനത്തിൻ്റെ അപ്രമാദിത്വം, ഇൻഫാലിബിലിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. 3, ദൈവവചനത്തിൻ്റെ തെറ്റിക്കൂടായ്മ, ഇനറൻസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ ദൈവവചനത്തിൻ്റെ ദൈവനിശ്വാസ്യത, ഇൻസ്പിറേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ ദൈവവചനത്തിൻ്റെ സർവപര്യാപ്തത, ദ ഓൾ സഫിഷ്യൻസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ 4 കാര്യങ്ങൾ വിശ്വസിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യാത്ത ഒരിടത്തും ആത്മീയ ഉണർവുണ്ടാകില്ല, ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ ഇവാഞ്ചലിക്കാരിൽ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യം അറിയാമോ? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പലരോടും ഉള്ള, എല്ലാവരോടും ഇല്ല കേട്ടോ. അതറിയത്തില്ല. ഇൻസ്പിറേഷൻ എന്താണ്, ഇൻഫാലിബിലിറ്റി എന്താണ്, സർവപര്യാപ്തത എന്താണ്? നിങ്ങൾക്കറിയാമോ, നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ് നിയമം അറിയാതിരിക്കുന്നത്. മറന്നുപോകരുത്. നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ് നിയമം അറിയാതിരിക്കുന്നത്. നിയമം അറിയാതിരിക്കുമ്പോൾ പിടിക്കപ്പെടാത്തത് ലംഘിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാന വിഷയങ്ങൾ നാം മറന്നുപോകരുത്. യോശിയ രാജാവ്, 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യോശിയ രാജാവ്, അവൻ ഭരണത്തിന് കയറിയപ്പോൾ അവൻ്റെ വല്യപ്പൻ മനശ്ശെ 55 വർഷം ഭരിച്ചു മുടിച്ചു. അവൻ്റെ അപ്പൻ ആമോൻ 2 വർഷം ഭരിച്ചു മുടിച്ചു. 8 വയസ്സ് മാത്രം പ്രായമുള്ള യോശിയാവ് ഭരണത്തിന് കയറിയപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും എന്ത് സംഭവിക്കും. അവനും ആ പാത പിന്തുടരേണ്ടിയിരുന്ന, എന്നാൽ അവൻ തീരുമാനിച്ചു താൻ ദാവീദിൻ്റെ വഴിയിൽ തന്നെ മുൻപോട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ 26-ാമത്തെ വയസ്സിൽ അവൻ ദൈവാലയം ശുദ്ധീകരിക്കും. കാരണം ദൈവാലയത്തിൽ ശുശ്രൂഷയൊന്നുമില്ല, ആ മനസ്സെ അത് മുഴുവൻ നശിപ്പിച്ചു. അതുകൊണ്ട് ദൈവാലയം ശുദ്ധീകരിക്കാൻ അവൻ തീരുമാനിച്ചു. ദൈവാലയം ശുദ്ധീകരിച്ചപ്പോൾ അവർക്ക് ഒരു ന്യായപ്രമാണ പുസ്തകം കിട്ടി. ഇസ്രായേലിൽ ഒരു രാജാവ് ന്യായപ്രമാണ പുസ്തകം സ്വന്തം കൈകൊണ്ട് എഴുതിയെങ്കിൽ മാത്രമേ രാജാവാകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ പരിചയങ്ങളൊക്കെ പോയി. അവനൊരു പുസ്തകം കണ്ടിട്ടില്ല. അവൻ ശുദ്ധീകരിച്ചപ്പോൾ ഒരു പുസ്തകം കിട്ടി. ഹിൽക്കിയ പുരോഹിതൻ അത് അവൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. ന്യായപ്രമാണത്തിലെ വചനങ്ങളെ വായിച്ചു കേട്ടപ്പോൾ യോശിയാവ് വസ്ത്രം കീറി. അവൻ വലിയ വായി കരഞ്ഞു. ഇത് ഞാൻ മാത്രം അറിയേണ്ട കാര്യമല്ല, നമ്മുടെ നാട് മുഴുവൻ അറിയണം. കൂട്ടാൻ പറഞ്ഞെല്ലാരെയും, സകലരെയും കൂട്ടി വരുത്തി. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. സംഭവിച്ചത് എന്താണെന്നറിയാമോ? 23-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഇസ്രായേലിന് ന്യായപാലനം 2 രാജാക്കന്മാർ 23-22 ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല.
യോശിയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ യെരൂശലേമിൽ യഹോവയ്ക്ക് പെസഹ ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റ് വിഗ്രഹങ്ങളെയും യഹൂദദേശത്തും യെരൂശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയിലേക്ക് തിരിഞ്ഞൊരു രാജാവ് മുൻപുണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. ദാവീദിന്റെ കാലത്തില്ലാതിരുന്ന, ശമൂവേലിന്റെ കാലത്തില്ലാതിരുന്ന, ശലോമോന്റെ കാലത്തില്ലാതിരുന്ന, അതാ പറഞ്ഞത്, ന്യായാധിപന്മാരുടെ കാലം മുതൽ ആരും അതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യോശിയ രാജാവിൻ്റെ സമയത്ത് ഉണർവ്. എസ്രാ നെഹമ്യാവിൻ്റെ സമയത്ത്, നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട്, അവൻ ന്യായപ്രമാണ പുസ്തകം വായിക്കാൻ തുടങ്ങി. കൊടുമഴയത്ത് നിന്ന് മനുഷ്യൻ നനഞ്ഞുകൊണ്ട് ഏറ്റുചൊല്ലുകയാണ്, ഞങ്ങൾ ഈ പുസ്തകം അനുസരിച്ചോളാം, ഞങ്ങൾ ഈ പുസ്തകം അനുസരിച്ചോളാം. അവരെങ്ങും പോയില്ല, അവിടെ നിന്ന് ഉണർവ് ആരംഭിച്ചു. ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ഉണർവ് AD 300 വരെ അപ്രകാരം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം അത് കാണും. അവർ പോയിടത്തൊക്കെ സഭ പെരുകുവാൻ തുടങ്ങി. 1ഉം 2ഉം അല്ല, പിന്നെയോ സഭ പെരുകുവാൻ തുടങ്ങി. ആർക്കും വേണ്ടാത്തവരൊക്കെ സഭയോട് ചേരുകയായിരുന്നില്ല, പിന്നെയോ സഭ പെരുകുവാൻ തുടങ്ങി. അതും ഭരണാധിപന്മാരും മേലെ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ സഭയിലേക്ക് വന്നു ചേർന്നു. പൗലോസിന്റെ മാനസാന്തരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ AD 300 ശേഷം 1500 വർഷത്തോളം ഉണർവുണ്ടായില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. 1500 വർഷത്തോളം ഉണർവ് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരെണ്ണം മാത്രം 1496 ഒരു കാത്തലിക് മോങ്ക്, അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് പിന്നീട് മാർട്ടിൻ ലൂതർ ഈ നവീകരണത്തിലേക്ക് വരുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ റോമാസഭ ദൈവവചനത്തിൻ്റെ അധികാരത്തിൻ്റെ സ്ഥാനത്ത് സഭയുടെ ആധികാരികതയും പോപ്പിൻ്റെ അപ്രമാദിത്വവും പ്രഖ്യാപിച്ചു. ദൈവവചനം അല്ല പ്രധാനപ്പെട്ടത്, സഭയാണ് പ്രധാനപ്പെട്ടത് എന്നവർ പഠിപ്പിച്ചു. കാരണം ഇതിൽ പറയുന്നത് പോലെ മനുഷ്യൻ ജീവിച്ചാൽ സഭയുടെ മേലധ്യക്ഷന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യും. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളാണ് പറയുന്നതാണ് ദൈവവചനം, നിങ്ങൾ കൈ കിട്ടിയിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് അവർ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നത്. ബൈബിൾ ഇല്ല എങ്കിൽ, ദൈവവചനം ഇല്ല എങ്കിൽ ഉണർവില്ല. ഞാൻ എത്യോപ്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്, ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നതാണ്. ഈ എത്യോപ്യയിൽ ഞാൻ ചെന്നപ്പോൾ എത്യോപ്യയിലുള്ള 6 കോടി ആളുകൾ ഓർത്തഡോക്സുകാരാണ്. നമ്മുടെ നാട്ടിലെ ഓർത്തഡോക്സുകാരല്ല. ഓക്കെ, ആരോടും ചെന്ന് പറയേണ്ട ഓർത്തഡോക്സുകാർ ഇങ്ങനെയാണെന്ന്. ഓക്കെ, 6 കോടി ഓർത്തഡോക്സ്. എനിക്ക് തോന്നുന്നു അവർ കോപ്റ്റിക്കുകാരാണ്. ഓർത്തഡോക്സ് ഒരുപാടുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് ഉണ്ട്, സിറിയൻ ഓർത്തഡോക്സ് ഉണ്ട്, ഈ കോപ്റ്റിക് ഇതെല്ലാം ഉണ്ട്. അപ്പം ഇവരെ കൂടുതലും കോപ്റ്റിക്കാണെന്ന് തോന്നുന്നു. 6 കോടി ഓർത്തഡോക്സുകാരുണ്ട്. ഈ 6 കോടി ഓർത്തഡോക്സുകാരിൽ അതിനകത്ത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ എന്നോട് പറഞ്ഞത്, ഈ 6 കോടി വരുന്ന ഈ ഓർത്തഡോക്സുകാർക്ക് 1,20,000 പ്രീസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പുരോഹിതന്മാരുണ്ട്, അവരുടെ പുരോഹിതന്മാർ. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഈ 1,20,000 പുരോഹിതന്മാരിൽ 95% പുരോഹിതന്മാരും അവരുടെ ആയുസ്സിൽ ബൈബിൾ കണ്ടിട്ടില്ല. സംശയമുണ്ടെങ്കിൽ ഞാൻ മാർച്ചിൽ പോകുന്നുണ്ട്, എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു പുരോഹിതന്മാരുടെ മാത്രം ഒരു മീറ്റിങ്ങിലായി അടുത്ത പ്രാവശ്യം പോകുന്നത്. അവർ ബൈബിൾ കണ്ടിട്ടില്ല. അവർക്കൊരു കൊച്ചു പുസ്തകം അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയണേ, സഭ പറയുന്നത് എന്തോ അത് കേട്ടോണം, അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട, ഇത് പോയി വായിച്ചോണം, ചടങ്ങ് നിർവഹിച്ചോണം, വീട്ടിൽ പൊക്കോണം. 1500 വർഷം
സഭയിൽ ഉണർവുണ്ടായില്ല. കാരണം വചനത്തിൻ്റെ ആധികാരികത പോയി. ഏതായാലും 1500 ആരംഭത്തിങ്കൽ മാർട്ടിൻ ലൂതർ ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത് നമുക്കറിയാം. നവീകരണം ഉണ്ടായി. അങ്ങനെ 1700-800 കാലയളവിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ വലിയ ഉണർവ് നമുക്കറിയാം. ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ജോർജ് വൈറ്റ്ഫീൽഡ് സഹോദരന്മാരുടെ, അല്ലെങ്കിൽ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി സഹോദരന്മാരും ജോർജ് വൈറ്റ്ഫീൽഡിൻ്റെയും നേതൃത്വത്തിൽ ആ ഒരു ഉണർവ്. ജോർജ് വൈറ്റ്ഫീൽഡ്, 22 വയസ്സുണ്ടായിരുന്ന ജോർജ് വൈറ്റ്ഫീൽഡ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 20,000 വരെയൊക്കെ ആളുകൾ കൂടുന്നത്. 20,000 ആളുകൾ. ഓർക്കണം, 200 വർഷം മുൻപ്. ഉണർവ് ആരും കൂട്ടിക്കൊണ്ടുവന്നതല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അത് 2 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു ഈ ഇംഗ്ലണ്ടിലുണ്ടായ ഉണർവ്. ചരിത്രകാരന്മാർ പറയുന്നത് ഇംഗ്ലണ്ടിൽ അന്നുണ്ടായ ഉണർവ് മൂലമാണ് ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി മാറിയത്. അല്ല എങ്കിൽ ഫ്രാൻസിനെ പോലെയോ റഷ്യയെ പോലെയോ മറ്റ് രാജ്യങ്ങളെപ്പോലെ വലിയ രക്തച്ചൊരിച്ചിലും വിപ്ലവവും ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി വളർന്നു. കാരണം ഒരു ആത്മീയ ഉണർവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സഹായിക്കുന്നത് ഒരു ആത്മീയ ഉണർവ് മാത്രമാണ്. ഈ 2 നൂറ്റാണ്ടുകളിൽ അത് ലോകവ്യാപകമായി പടർന്നു. അമേരിക്കയിലും ഈ പറയുന്ന വെയിൽസിലും അയർലൻഡിലും ഒക്കെയായി അത്. ഇതിങ്ങനെ പടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലിബറൽ തിയോളജി കടന്നു വന്നത്. അതിനൊരു ശരിയായ മലയാള പദം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഇതുവരെ കിട്ടിയിട്ടില്ല. ലിബറൽ തിയോളജി അവരെ വചനത്തിൻ്റെ അതോറിറ്റിയും ഇൻസ്പിറേഷനും എല്ലാം തള്ളി. യുക്തിക്കാണ് പ്രാധാന്യം. യുക്തിക്ക് അവര് മനഃശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മാനേജ്മെന്റ് ടെക്നിക്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞ പ്രശ്നവും രണ്ടാമത് പറഞ്ഞു ലിബറൽ പ്രോബ്ലവും റോമൻ കത്തോലിക്ക സഭയിലെ ഈ ചർച്ചിനുള്ള അതോറിറ്റിയും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പിതാക്കന്മാർ നിന്നതായിട്ടുള്ള സഭയിൽ വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നമായത്. അത് രണ്ടും കൂടെ ഒരു സഭയിൽ വന്നു. വളരെ വിരളമായി അത് രണ്ടും കൂടെ വരാറുള്ളൂ. ഇവ രണ്ടും ആ സഭയിൽ കടന്നുകൂടിയത് കൊണ്ടാണ്. നിങ്ങളൊക്കെ ചരിത്രം അറിയാവുന്നവരാണല്ലോ. ഇങ്ങനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സഭയുണ്ടാകുന്നത്. ഒരു നല്ല കാൽവെപ്പ് 65 വർഷം മുമ്പ് നമ്മൾ വെച്ചു. ആ ദർശനത്തിൽ ഇന്നും നിൽക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്നും മുൻപോട്ട് പോകാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ആഗോള സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് എക്സ്പീരിയൻഷ്യലിസം എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടി. എക്സ്പീരിയൻഷ്യലിസം ഞാൻ വിശദീകരിക്കാം. ഇതൊരു തെറ്റാണെന്ന് പോലും പല ആളുകൾക്കും തോന്നാറില്ല. എക്സ്പീരിയൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെക്കാൾ പ്രധാനപ്പെട്ടത് എൻ്റെ അനുഭവങ്ങളാണ്. രാത്രി കിടന്ന് ഞാൻ ഒരു വെള്ളവസ്ത്രം ധരിച്ച ആളെ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം വെളുപ്പിനെ ഇരുന്ന് കുത്തു നോക്കുക, എവിടെ ഈ വെള്ളവസ്ത്രം എഴുതിയിരിക്കുന്ന ആള് ബൈബിളിൽ നിന്ന്. ഓർക്കണം, ഉണർവുകളിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകും എന്നതിനാൽ ഓരോരുത്തർക്കും തോന്നുന്നതെല്ലാം പരിശുദ്ധാത്മാവല്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത സകല എക്സ്പീരിയൻസും പൈശാചികമാണ്. ഓർത്തോണം. ഇതാണ് കരസ്മാറ്റിക് മൂവ്മെന്റ്. ഓക്കെ, നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കേൾക്കുന്നത് അല്ലേ? കരസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റോമൻ കത്തോലിക്കയിലെ കരസ്മാറ്റിക് മൂവ്മെന്റ് അല്ലല്ല. കരസ്മാറ്റിക് മൂവ്മെന്റ് ശരിയായ ഒരു 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 നിർവചനത്തിന് വേണ്ടി ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. അന്വേഷിച്ചപ്പം കരിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറഞ്ഞാൽ
പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടിയ വരങ്ങൾ എന്നതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഉദ്ദേശം. ഏതായാലും ഈ അടുത്ത ഒരു ദിവസം ഞാൻ ഡൽഹിയിൽ ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു വ്യക്തി അവിടെ പ്രസംഗിക്കാൻ അന്നുണ്ടായിരുന്നു. ഞാൻ പേര് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ അറിയാം. ആള് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവാഞ്ചലിക്കാരനല്ല കേട്ടോ, ആൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രത്യേകത രണ്ടാണ്. ഒന്ന്, ഞാൻ ഐ എം ഇവാഞ്ചലിക്കൽ ആസ് വെൽ ആസ് ഐ എം കരസ്മാറ്റിക്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ എം ഇവാഞ്ചലിക്കൽ ആസ് വെൽ ആസ് ഐ എം കരസ്മാറ്റിക്. ഇവാഞ്ചലിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സഭയല്ല, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനം. നേരത്തെ ഞാൻ പറഞ്ഞ ദൈവവചനത്തിൻ്റെ ആധികാരികതയും ദൈവവചനത്തിൻ്റെ അപ്രമാദിത്വവും ദൈവവചനത്തിൻ്റെ സർവപര്യാപ്തതയും ദൈവവചനത്തിൻ്റെ ദൈവനിശ്വാസതയും എല്ലാം വിശ്വസിക്കുന്ന, അക്ഷരം പ്രതി 66 പുസ്തകങ്ങളടങ്ങിയ ഈ പുസ്തകം വിശ്വസിക്കുന്ന ഒരാളാണ് ഇവാഞ്ചലിക്കൽ. എന്നാൽ ഈ അദ്ദേഹത്തോട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരസ്മാറ്റിക് ആള്. രണ്ടും കൂടെ ചേരത്തില്ല. കാരണം കരസ്മാറ്റിക് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കൂടുതലും പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾ, നിങ്ങൾ അവരെ ആരും പോയി കുറ്റം പറയേണ്ട കാര്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഈ സമൂഹങ്ങളിൽ അവർ ഏതെങ്കിലും വിധത്തിൽ തെറ്റായി വിശ്വസിക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ അടിസ്ഥാന ഉപദേശത്തിൽ അവർ തെറ്റിയിരിക്കുക. ഇത് നമ്മുടെ ആളുകൾ അറിയുന്നില്ല, എന്നിട്ട് നാം അറിയാതെ അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ എൻ്റെ പശ്ചാത്തലം അറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന പല ഉപദേശിമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ചിന്തിക്കും, ഇവൻ തന്നെ ഇത് പറയണമെന്ന്. കാരണം എന്താണെന്നറിയാമോ? അവർ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതോ, എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതോ, എങ്ങനെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമല്ല. അടിസ്ഥാന ഉപദേശത്തിൽ തെറ്റിയാൽ സകലവും തെറ്റി. എന്താണ് അടിസ്ഥാന ഉപദേശത്തിൽ തെറ്റുന്നത്? ഒത്തിരി ഉണ്ട്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം പെട്ടെന്ന്. നിങ്ങളിൽ പലരും സംശയമുണ്ടായിപ്പം അവരെങ്ങനെ തെറ്റിയിരിക്കുന്നത് ഞാൻ പറയാം. പ്രധാന സഭകളിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കരസ്മാറ്റിക് ചർച്ചുകളിലെ അവരുടെ വിശ്വാസ പ്രമാണം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് അന്യഭാഷ പറയാത്തവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, അയ്യോ അങ്ങനൊന്നുമല്ല. പക്ഷേ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അടിസ്ഥാന പ്രമാണത്തിൽ തെറ്റിയിരിക്കുക. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആധികാരികത അവർക്ക് പ്രശ്നമല്ല. വചനം കൊണ്ട് നടക്കുമെങ്കിലും അത് അവഗണിച്ചിരിക്കുകയാണ്. അനുഭവങ്ങൾ വ്യാഖ്യാനിക്കുവാൻ മാത്രം വചനം. ഇതാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഇത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, അത് ദൈവികം അല്ലെങ്കിൽ പിന്നെങ്ങനെ വളരുന്നതെന്ന്. നല്ലൊരു ചോദ്യമാണ്. 1500 വർഷം ഈ റോമൻ കാത്തലിക് സഭ ലോകം മുഴുവൻ അടക്കി ഭരിച്ചപ്പോൾ ആരും പറഞ്ഞില്ല അവർ തെറ്റാണെന്ന്. ഇതിപ്പോൾ 100 വർഷമേ ആയുള്ളൂ. ശ്രദ്ധിക്കണം. ഉണർവുകളിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുമെന്നതിനാൽ ഓരോരുത്തർക്കും തോന്നുന്നതെല്ലാം പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അനുഭവങ്ങൾ വ്യാഖ്യാനിക്കുവാൻ മാത്രം വചനം ഉപയോഗിക്കരുത്. ഇതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ സഭകളും പ്രോസ്പെരിറ്റി ഗോസ്പലും അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷവും ഒക്കെ ഇങ്ങനെ പച്ച പിടിച്ചു പോകുന്നത്. കാരണം അവർ തെറ്റാണെന്ന് പറയാൻ ആരുമില്ല. അവരെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു ഉണർവ് മാത്രമാണ്. ഇവിടെയാണ് ഈ രാജ്യത്ത് ഒരു ആത്മീയ ഉണർവുണ്ടാകുവാൻ സത്യവചനം അതിൻ്റെ ആധികാരികതയിലും അതിൻ്റെ ദൈവനിശ്വാസതയിലും അതിൻ്റെ എല്ലാം അതുപോലെ വിശ്വസിക്കുന്ന സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യക്ക് പ്രമുഖ സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ എന്നോട് സമ്മതിക്കും. തെറ്റിയിടത്തൊരിക്കലും ഉണർവുണ്ടായിട്ടില്ല. നിങ്ങൾ വായിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഒരു വാചകം മാത്രം ഞാനൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കാം. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമല്ലോ. ആ വെബ്സൈറ്റും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് അതിനകത്ത് പറയുന്നൊരു വാചകം ശ്രദ്ധിച്ചാട്ടെ. The uniqueness of an evangelical is
that he or she will always stand within the 4 squares of the 66 books contained in the Bible. ഒരു ഇവാഞ്ചലിക്കാരൻ്റെ അതുല്യത എന്ന് പറയുന്നത് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ബൈബിളിൻ്റെ അതിൽ മാത്രമായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അടുത്തത് ഇതൊരു വലിയൊരു ഖണ്ഡികയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അതിനോട് ചേർത്തൊരു വാചകം കൂടെ ഉണ്ട്. This is all the more reason why we should study the Bible very carefully. ബൈബിൾ വളരെ ശ്രദ്ധയോട് നാം പഠിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഈ രാജ്യത്തിന് ഒരു ഉണർവുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ആരംഭിക്കുവാൻ പാകമായിട്ടുള്ള ചുരുക്കം സഭകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. നാം അത് അവഗണിച്ചാൽ, എസ്തേറിനോട് പറഞ്ഞ അതേ പദമാണ് 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷയും ഉദ്ധാരണവും വേറൊരിടത്തു വന്നു, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. സകലരും വചനത്തിലേക്ക് വരിക. ഈ വചനം മാത്രമേ നിലനിൽക്കുന്നതായിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനം മാറില്ല. സഭകളിൽ വചനവുമായി തുടങ്ങിയ സഭകളിലൊക്കെ ഇന്ന് സ്ട്രക്ചറേ ഉള്ളൂ. സ്ട്രക്ചർ മനസ്സിലായില്ലേ? നമ്മൾ ഈ റോഡേ പോകുമ്പോൾ വലിയ വലിയ ബിൽ ബോർഡ്സ് കാണാം, ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാം. അതവിടെ സ്ഥാപിക്കുന്ന സമയത്ത് അതിമനോഹരമായ അഡ്വർടൈസ്മെൻറ്റ്, നല്ല പടങ്ങൾ, മനോഹരമായിരിക്കുന്നു. എന്നാൽ കുറേ നാൾ കഴിയുമ്പം ആ ഫ്ലെക്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ കീറിപ്പറഞ്ഞൊരു സ്ട്രക്ചർ മാത്രം നിൽക്കും. ദൈവവചനത്തിന് അതിൻ്റേതായ ആധികാരികതയും ദൈവനിശ്വാസതയും അതിൻ്റേതായ സർവപര്യാപ്തത ഈ പറഞ്ഞത് നൽകാതെ പോയാൽ അധികം താമസിക്കാതെ നമ്മൾ സ്ട്രക്ചറായി നിൽക്കും, കണ്ടന്റ് കാണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ നീട്ടിയാലും എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് വിശക്കുന്നെന്ന്. ഓക്കെ, പറയാനുള്ളത് 1-2 പെട്ടെന്ന് പറഞ്ഞു നിർത്താം. നമുക്ക് ചെയ്യേണ്ടത് എന്താ? 2026 നമ്മൾ വേറൊരു വിഷയമായി എടുക്കുന്നെങ്കിലും ഇത് വിട്ടുപോകരുത്. ദൈവവചനം. പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 2:2 ആകയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ഈ അടുത്ത സമയം വരെ ഞാനത് ആ ഇപ്പോൾ എന്നുള്ള പദം ഞാൻ കണ്ടില്ല. ഈ അടുത്ത സമയത്താണ് ഞാൻ ആ ഇപ്പോൾ എന്നുള്ള പദം കണ്ടത്. ആ ഇപ്പോൾ എന്നുള്ള പദം അവിടെ വരുമ്പം ഭയങ്കര ഡിഫറൻസാ. ഇപ്പോൾ ജനിച്ച ശിശു എന്ന് പറഞ്ഞാൽ എന്നാ? അമ്മയിൽ നിന്നും ഡോക്ടർ ആ കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്ത് 2 തട്ടും തട്ടി ഇങ്ങനെ പിടിക്കും. ആ കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ശിശു അല്ല, ഇത് ഇപ്പോൾ ജനിച്ച ശിശു. ഇപ്പോൾ ജനിച്ച ശിശു അതെന്താ ആദ്യം ചെയ്യുന്നതെന്നറിയാമോ? എന്താ ചെയ്യുന്നത്? ചിരിക്കുമോ? നിങ്ങൾക്കെങ്കിലും അറിയണം. കരയും. എന്തിനാ കരയുന്നത്? അടുത്തുനിന്ന് നേഴ്സ് നുള്ളി, അതിനാണോ കരഞ്ഞേ? ലേബർ റൂമിലെ ചൂട് ഭയങ്കരം, അതിനാണോ ചൊല്ലിയേ? അമ്മ തയ്ച്ചോണ്ട് വന്ന ഷർട്ട് നന്നായില്ല, അതുകൊണ്ടാണോ ചൊല്ലിയേ? അതിന് അമ്മയുടെ പാല് വേണം. അമ്മയുടെ പാല് വേണം. പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് അപ്രകാരം വചനത്തോടൊരു വാഞ്ചയില്ല എങ്കിൽ, ലോങ്ങിങ് ഇല്ല എങ്കിൽ കാര്യമായ തകരാറുണ്ട്. TV കാണുന്നതിനേക്കാൾ, യൂട്യൂബ് കാണുന്നതിനേക്കാൾ, ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിനേക്കാൾ, നാട്ടുവർത്തമാനം പറഞ്ഞ് ഫോണിൽ കൂടെ സമയം കളയുന്നതിനേക്കാൾ ദൈവവചനത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ കാര്യമായ തകരാറുണ്ട്. ഈ വാഞ്ചലിക്കക്കാരൻ എന്ന് എഴുതി വച്ചിരിക്കുന്നതിന് നാം ഒരു ആക്ഷേപമാകും.
മറ്റെന്തിനേക്കാൾ ഈ കുഞ്ഞിനെ മാത്രം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ കുഞ്ഞിനൊരൊറ്റ ചിന്തയേ ഉള്ളൂ, അമ്മയുടെ പാല് വേണം, അമ്മയുടെ പാല് വേണം. അങ്ങനെ ഒരു ചിന്ത ഇല്ലയോ? ഉണ്ടോ? പകുതി ഉറക്കത്തിൽ വൈകുന്നേരം ഒരു കുടുംബ പ്രാർത്ഥന നടത്തി എവിടുന്നെങ്കിലും ഒരു ഭാഗം വായിച്ചു, രാവിലെ എവിടോട്ടെങ്കിലും ഇറങ്ങാൻ നേരത്ത് കാല് തട്ടി വീഴാതിരിക്കാൻ, അല്ല വണ്ടി കൊള്ളാതിരിക്കാനായിട്ട് ഒരു വാക്യവും വായിച്ചു പോകുന്നതല്ല ഇവാഞ്ചലിക്കാരൻ്റെ വചന പഠനം. ഈ ഉദാഹരണം തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുകയും. അങ്ങനെ വചനമെന്ന മായമില്ലാത്ത എല്ലാവർക്കും ആ വചനം ആ താല്പര്യമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇല്ലെങ്കിൽ അതിന് 2 കാരണം പത്രോസ് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വിനോദങ്ങളോ മറ്റുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പണത്തിനെ കുറിച്ചുള്ള ആ ചിന്തയേക്കാൾ കൂടുതൽ ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾക്കില്ല എങ്കിൽ അതിന് 2 കാരണങ്ങളാകാം. ഒന്നാമത്തെ കാരണം പത്രോസിൻ്റെ 1-ാം ലേഖനം അതേ അധ്യായത്തിൻ്റെ തൊട്ടു മുൻപ് 22-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, ഈ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വാഞ്ചയില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. പത്രോസ് പറഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഈ വചനത്തെ നിങ്ങൾ ദാഹത്തോടെ വാഞ്ചയോടെ ആ ക്രേവിംഗ് ഇല്ല എങ്കിൽ, ഒന്ന്, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ വീണ്ടും ജനിച്ചിട്ടില്ല. ജനിച്ചെങ്കിൽ ജീവൻ ഉണ്ടാകും, ജീവനുണ്ടെങ്കിൽ ആ പാലിന് വേണ്ടി കരയും. അഥവാ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അഥവാ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, 2-ാമത്തെ പ്രശ്നം, വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ സകല മലിനതയും സകല ദോഷവും സകല പാപവും, അവിടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്, അത് വിടുക. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായി ഇന്നും ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തോട് താല്പര്യമില്ലാത്തത്. പാപത്തോട് നാം പൂർണ്ണമായും വിട പറഞ്ഞിട്ടില്ല. പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നാം. 2026 പ്രവേശിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളും ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സഭ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കാര്യം പറയാം. 40 വർഷമായിട്ട് ഈ രാജ്യത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സഭകളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുമിച്ച് പലയിടത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ മുൻപിൽ വെച്ച് ഞാനിത് തന്നെ പറയും. ഈ രാജ്യത്തിന് ആവശ്യം ഒരു ആത്മീയ ഉണർവാണ്. അത് സംഭവിക്കണമെങ്കിൽ അത് ഇവാഞ്ചലിക്കൽ സഭയിൽ ആരംഭിക്കണം. അത് ഇവാഞ്ചലിക്കൽ സഭയിൽ സംഭവിക്കണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകണം. ദൈവവചനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം. 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 1, വചനം വായിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനും പഠിപ്പിക്കുവാനും എല്ലാ ഇവാഞ്ചലിക്കക്കാരനും തയ്യാറാകണം. വചനം വായിക്കുവാൻ ഞാൻ പറഞ്ഞില്ല, ചടങ്ങ് വായനയല്ല. ഇന്ന് ഈ തലമുറയിൽ കിട്ടിയതുപോലെ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഒരു അവസരം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് ഒരു കുഞ്ഞ് പാലിന് വേണ്ടി കരയുന്നത് പോലെയുള്ളൊരു വാഞ്ചയുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് പോകണം. കർത്താവേ, ഞാൻ പറയുന്നത് നാം വളരെ ഇവിടെ പ്രമേയം വായിച്ചില്ല, നമ്മൾ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത്. ഇതിൽ നിന്ന് വെളിയിൽ വരാനുള്ള ഏറ്റവും വലിയ മാർഗം ഒരു ആത്മീയ ഉണർവാണ്. അത് രാജ്യവ്യാപകമായി പടർന്നു പിടിക്കണം. ഒരു കാര്യം കൂടെ, എല്ലാവരും അത് ചെയ്യുമ്പോൾ തന്നെ വചനം പഠിപ്പിക്കുവാൻ നിയോഗിച്ചിട്ടുള്ളവർ, ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, അതാരുമായിക്കൊള്ളട്ടെ,
ഉപദേശിമാരായിക്കൊള്ളട്ടെ, അച്ഛന്മാരായിക്കൊള്ളട്ടെ, സേവനിമാരായിക്കൊള്ളട്ടെ, ആത്മായ ശുശ്രൂഷകരായിക്കൊള്ളട്ടെ, ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഗൗരവമായി എടുക്കണം. എവിടെ നിന്നെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു 3 പോയിൻ്റ് സർമണം കൊണ്ടുപോയി രാവിലെ പള്ളിയിൽ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ മനുഷ്യരെ ചൂഷണം ചെയ്യുകയാണ്. പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടുള്ളവർ ആത്മാർത്ഥമായി അധ്വാനിച്ച് തയ്യാർ ചെയ്ത് പഠിപ്പിക്കണം. അത് വിട്ടുപോയി. ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കാണുന്നത്, തയ്യാർ ചെയ്യാതെ പ്രസംഗിക്കാൻ വരുന്നു, പഠിപ്പിക്കാൻ വരുന്നു. എൻ്റെ ഒരു പ്രമാണം ഞാൻ പറയാം. ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ തയ്യാർ ചെയ്യാതെ ഒരു പ്രസംഗവും പ്രസംഗിക്കില്ല എന്നൊരു തീരുമാനമെടുക്കുക. 24 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം അല്ലല്ല, 3 വർക്കിംഗ് ഡേ. ഒരു ശുശ്രൂഷകന് കിട്ടുന്ന 7 ദിവസങ്ങളിൽ 3 വർക്കിംഗ് ഡേ ദൈവവചന പഠനത്തിന് വേണ്ടി, ദൈവവചനം അതിനുവേണ്ടി തയ്യാർ ചെയ്യാൻ എടുക്കണം. ഇറ്റ് ടേക്സ് ടൈം. മണിക്കൂറുകൾ എടുക്കും. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ ചെയ്യുന്ന പണിയാണിത്. അതുകൊണ്ടാണ് പറയുന്നത്, അതിന് ഫലമുണ്ടാകും. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. മറ്റുള്ളവരെ, ഇവാഞ്ചലിക്കക്കാരല്ലാത്തവരെ ആകർഷിക്കുവാൻ നമ്മുടെ കയ്യിലുള്ള ഒരൊറ്റ സാധനം ഈ ദൈവവചനം മാത്രമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ, അന്ന് സഭ തുടങ്ങിയുള്ളല്ലോ, എല്ലാവരും കൂടെ കളിയാക്കുമായിരുന്നു. അന്നേരം ചോദിക്കും, അന്ന് അധികം പേർക്ക് അറിയത്തില്ല, വേറെ പേരൊക്കെ വിളിക്കുന്നത്. ചോദിക്കും, എന്താണ് ഒരു വ്യത്യാസം? അപ്പം നമുക്ക് കുഞ്ഞു മനസ്സിനധികം അറിയത്തില്ലല്ലോ. അപ്പോൾ പറയും, ഞങ്ങൾക്ക് കുരിശില്ല. എവിടെ? പള്ളിയുടെ മേളിൽ ഒന്നും കുരിശില്ലെന്ന്. അതാ നമുക്കത്രേ അറിയത്തുള്ളൂ. അതേ വഴി. ഇപ്പം മിക്കവാറും പള്ളിയുടെ മേളിൽ കുരിശുണ്ട്. അത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടാന്ന് വെച്ചാൽ, നമുക്കുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം വിട്ടോ പിന്നെ ഇതൊരു സ്ട്രക്ചറായി നിലകൊള്ളും. ഈ വചനം അച്ഛന്മാരുടെയും ബിഷപ്പ്മാരുടെയും ഉപദേശിമാരുടെയും ഉത്തരവാദിത്വമല്ല, സകല ഇവാഞ്ചലിക്കക്കാരൻ്റെ. അതാണ് പറഞ്ഞത്, എവരി ഇവാഞ്ചലിക്കൽ സദാ നമ്മൾ അതിനകത്ത് എഴുതിയത് ഉത്തരവാദിത്വമാണ്. 2026 ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ഒന്ന്, കർത്താവേ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഞാൻ വാഞ്ചിക്കും. അതിന് വാഞ്ചയില്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ സഹായിക്കണേ. കർത്താവ് സഹായിക്കും. അതില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പോകരുത്. കാരണം എൻ്റെയും ഒക്കെ പിതാക്കന്മാർ കൊടുത്ത വില ഇവിടെ ബിഷപ്പ് പറയുകയുണ്ടായി. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1961 ഫെബ്രുവരി മാസം 14 ഇറക്കിയ 156 കൽപ്പന, മെത്രാപ്പോലിത്തയുടെ കൽപ്പന എടുത്തൊന്ന് വായിച്ചു നോക്കും നിങ്ങൾ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 1000 ഇരട്ടിയാണ് നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്തത്. എങ്കിൽ ഞാൻ പറയാം, നാം നമ്മുടെ പിതാക്കന്മാരെ അവഹേളിക്കുന്നവരാകരുത്. കാരണം അവർ കൊടുത്ത വില വെറുതെ ആകരുത്. കർത്താവ് എന്നെ സഹായിക്കണേ. തലവണക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. ചില വാക്കുകൾ അല്പം കർക്കശമായി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം ലാഘവത്തോടെ എടുക്കരുത്. 65 വർഷം ചെറിയ കാര്യമല്ല. എന്നാൽ ഉണർവിതുവരെ വന്നിട്ടില്ല നമ്മളിലൂടെ. നാം വിളിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ്. കർത്താവേ, എന്നെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണമേ. എനിക്ക് ഈ വചനത്തെക്കുറിച്ച് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഉള്ളൊരു വാഞ്ച തരണം. അവർ പാലിന് വേണ്ടി യാചിക്കുന്നത് പോലെ എനിക്കൊരു വാഞ്ച വേണം. കർത്താവേ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ വചനം നല്ലതുപോലെ തയ്യാർ ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഞാൻ അതറിയിക്കൂ. ഞാൻ ഒരിക്കലും അലംഭാവത്തോടെ അത് ചെയ്യില്ല. തീരുമാനിച്ചാട്ടെ. സഭയിൽ ഉണർവുണ്ടാകും, ദേശം രൂപാന്തരപ്പെടും, ദേശത്ത് മാറ്റമുണ്ടാകും, 1000 10,000 യേശുവിൻ്റെ അടുത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാന ദിവസവും ഇവിടെ ഒരുമിച്ച് കൂടുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. ഒരു ഡിസംബർ മാസം 30 ഞങ്ങളുടെ പിതാക്കന്മാർ കർത്താവെ മുകളിൽ ആകാശവും താഴെ ഭൂമിയും കണ്ടുകൊണ്ടിറങ്ങി. എന്നാൽ കർത്താവെ, ഇന്ന് ഞങ്ങളായിരിക്കുന്ന സാഹചര്യം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. എന്നാൽ കർത്താവെ, അന്ന് അവർ കൊടുക്കേണ്ടി വന്ന വില
ഞങ്ങൾ ഒരിക്കലും മറന്നു കളയാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കും.